ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ബിനീറ്റ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 24 hours ഗ്രീൻ കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആണ്. അത് ഹോസ്റ്റലിലാട്ടോ. അപ്പോൾ ഹോസ്റ്റലിൻ്റെതായ കുറേ പരിമിതികളുണ്ട്, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. അതുപോലെ ഇന്നത്തെ കാര്യം ഞാൻ പ്രത്യേകം പറയാമായിരുന്നു, എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു 90% ഫുഡും എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല, ഫുള്ള് ഒരുമാതിരി എന്താ പറയുക ജങ്ക് ഫുഡ്സ് ഒക്കെയാണ്. നമ്മൾ ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചലഞ്ച് എടുക്കുവാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക. ഹോസ്റ്റലിൽ നമുക്ക് അത്ര അവൈലബിൾ ആണല്ലോ. സോ അപ്പം നമ്മൾ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത്, ഞാൻ ഗ്രീൻ കളർ പ്ലേറ്റൊക്കെ ആയിട്ട് എടുത്തേക്കുന്നത്. അതിൽ ഒരു പീസ് കുക്കുംബർ ഉണ്ട്. പിന്നെ വരുന്നത് കുറച്ച് അട്ടാണി ഉണ്ട്. അട്ടാണിയോ പട്ടാണിയോ നിങ്ങൾ എന്താ പറയുന്ന അറിയില്ല, ഈ സംഭവം ഉണ്ട്. പിന്നെ ഇതുള്ളത് നൗരത്തൻ മിക്സ്, എന്തോ പീനട്ടും കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു കോമ്പിനേഷനാണ്. ഇതുകൊണ്ട് പിന്നെ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഫസ്റ്റ് തന്നെ കുടിക്കുന്നത് ലിപ്ടൺ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ കളറാണ് ഗൈസ്. അപ്പോൾ അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പിനും ഏതാണ്ട് ഗ്രീൻ കളറൊക്കെ ഉണ്ട്. എൻ്റെ ഡ്രസ്സും ചെറിയൊരു ഗ്രീൻ കളറാട്ടോ, അത്ര കണ്ടാൽ മനസ്സിലാവില്ലെന്നേ ഉള്ളൂ. ചെറിയൊരു ഗ്രീൻ കളർ തന്നെയാണ്, വേറെ പെർഫെക്റ്റ് ഗ്രീൻ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഗ്രീൻ ടീന്ന് സ്റ്റാർട്ട് ചെയ്യാം. വെറും വയറ്റിലാട്ടോ ഗ്രീൻ ടീ കുടിക്കുന്നത്. ഗ്രീൻ ടീ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഗ്രീൻ ടീ ആട്ടോ കുടിക്കുന്നത്. രാവിലത്തെ ചായ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൽ ടീ ബാഗ്സ് ആണുള്ളത്. ഞാൻ വീട്ടിൽ പോയപ്പോഴും വീട്ടിൽ വാങ്ങിയായിരുന്നു, അത് മറ്റേ പൊടിയായിട്ട് തന്നെയായിരുന്നു. ഇതിൽ ടീ ബാഗ്സ് ആണുള്ളത്. എന്തായാലും ഞാനിത് കുടിച്ചിട്ട് വരാം. കുക്കുംബർ ഇത് അരിഞ്ഞൊക്കെ കഴിക്കാം കേട്ടോ. എങ്ങനെ എന്നാലും വായിലേക്കല്ലേ പോകണമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ കഴിക്കണത്. സ്റ്റാർട്ട് ചെയ്ത് കുക്കുംബറിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇതെന്താ സാധനം എന്ന് അറിയില്ല കേട്ടോ. കഴിക്കാം. ഇതിനൊരു മധുരവും എരിവും ഉപ്പും ഒക്കെ കൂടിയൊരു ടേസ്റ്റ് കേട്ടോ. എന്തായാലും കഴിക്കണമല്ലോ എന്തെങ്കിലും. സോ കഴിക്കാൻ ഞാൻ റോബസ്റ്റ പഴം കുറേ അന്വേഷിച്ചിട്ട് 3-4 കട അന്വേഷിച്ചു, പഴം കിട്ടിയില്ല. അല്ലെങ്കിൽ രാവിലെ പഴം കഴിക്കാമെന്ന് കരുതിയെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കളറാണല്ലോ. അപ്പം എന്തായാലും ഇനി പട്ടാണിയും കൂടി ഉണ്ട്, ഇനി കുറച്ചേ കഴിക്കുള്ളൂ. അപ്പം ഇത്രയും സാധനം ഞാൻ എന്തായാലും കഴിക്കട്ടെ. ഗൈസ്, ഞാൻ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞു. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ എന്താ വായിക്കാൻ നവരതൻ മിക്സോ അങ്ങനെയാണ് സംഭവം. ഇഷ്ടമല്ല കേട്ടോ. ഈ കോമ്പിനേഷൻ ഓഫ് ഡ്രൈഡ് നട്ട്സ് ബ്ലെൻഡഡ് വിത്ത് ബീറ്റൻ റൈസ് ആൻഡ് ഗ്രാം ഫ്ലോർ ബോൾസ് എനിക്കിഷ്ടമായില്ല. ഇതിൻ്റെ കുക്കുംബർ, ഇതിൻ്റെ തുമ്പ്. പിന്നെ ഇതും കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സത്യം പറയാമല്ലോ, വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ വെച്ച് എങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാം എന്നിങ്ങനെ നോക്കിയതാണ്. എൻ്റെ ബിസ്ക്കറ്റും ഇരിപ്പുണ്ട്, അത് ഞാൻ പിന്നെ വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലേക്ക് ബിസ്ക്കറ്റ് എനിക്ക് പൊതുവേ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ്. എന്നാലും നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. എന്താണെങ്കിലും ഞാൻ ഗ്രീൻ കളർ ചലഞ്ചാണ്, ഗ്രീൻ കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ് ഇന്നും 24 hours. അപ്പം നമ്മുടെ ചലഞ്ച് സക്സസ് ആവുമല്ലെന്ന് നോക്കാം. പിന്നെ എന്താണേലും നമുക്ക് സ്നാക്ക് ടൈമിലോ അഥവാ ലഞ്ച് ടൈമിലോ കാണാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ചോറും ഭാഗ്യത്തിന് തോരനുണ്ടായിരുന്നു. തോരനുണ്ടാവും അറിയാം, പക്ഷേ പച്ചക്കളറാണോ എന്നൊരു ഡൗട്ടായിരുന്നു. പച്ചക്കളറിൽ തോരൻ തന്നെ കിട്ടി. എന്തെങ്കിലും ചലഞ്ച് ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഞാൻ ഇത് മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി ഫുഡും കറിയൊക്കെ എൻ്റെ ഫ്രണ്ടിനാണ് കൊടുത്തത്. ചോറും തോരനും കൂടിയിട്ട് ഇളക്കുമ്പോൾ ഒരു പച്ച കളർ കിട്ടുമല്ലോ, അത്രേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് പെർഫെക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഹോസ്റ്റലിൽ ചലഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് സാരമില്ല. അപ്പം ഗൈസ്, ഞാൻ ലാബിലൊക്കെ പോയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പച്ചക്കളറുള്ള സാധനം കഴിക്കണമല്ലോ. സോ ചോറും തോരനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ കഴിച്ചത്. തോരൻ അധികം ഇല്ലായിരുന്നു, കാരണം ഇവിടെ അധികം അങ്ങനെ കിട്ടത്തില്ലല്ലോ നമ്മുടെ വീട്ടിലെ പോലെ. സോ അത് നിങ്ങൾ ക്ഷമിക്കുക. എന്നാലും പച്ചക്കളർ ഉണ്ടായിരുന്നു. തോരനും ഇതും കൂടി കഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെള്ളപ്പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് പച്ച സാധനമാണ് ഗോയ്സ്, പച്ചമുന്തിരിയാണ്. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വയറ് നിറഞ്ഞിട്ടൊന്നുമില്ല, കാരണം ഞാൻ ചലഞ്ചിൻ്റെ ഇതായതുകൊണ്ട് ആ പച്ചക്കളറുള്ള സാധനം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ മുന്തിരിയാണ് തിന്നണം.
ലാബിൽ പോയതുകൊണ്ട് തന്നെ സ്നാക്സ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഉച്ചയാകുമ്പോൾ നല്ല വിശക്കും. സോ അപ്പം ചോറുണ്ടു, കുറച്ച് ചോറുണ്ടു, അതിന് മുന്തിരിയാണ് കഴിക്കുന്നത്. നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് എന്താണെന്ന് ചായ ടൈമിൽ നോക്കാം. ഫുഡ് കഴിച്ചിട്ട് വേഗം എനിക്ക് ലാബിൽ പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അങ്ങനെ കഴിക്കാറൊന്നുമില്ല, എന്നാലും ഞാൻ മാക്സിമം ഇപ്പോൾ ശ്രദ്ധിക്കും. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ചൂടാണ്. സോ അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ എന്താണേലും മുന്തിരിയൊക്കെ കഴിച്ചു. ഇനി ലാബിലേക്ക് പോവാണ്. ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ പോവായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു ടൈം പാസിന് ബൂമർ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട്. ഒരാവശ്യത്തിനൊരു ഓഫീസിൽ പോകുമായിരുന്നു. അന്നേരം എടുത്ത വീഡിയോ ആയിട്ട്. അന്നേരം ഞാൻ പച്ച കളറുള്ള ബൂമറും കൂടി കയ്യിലെടുത്തിരുന്നു. പച്ച ഫുഡല്ലേ ഇന്ന് കഴിക്കുള്ളൂ. സോ ഒരു ബൂമറും കൂടി കയ്യിലെടുത്തിരുന്നു. ഞാൻ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര സൗണ്ട്, വണ്ടികളൊക്കെ പോകുന്ന സൗണ്ട് ആയതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തത്. ഗ്രീൻ ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ ചായ കുടിക്കാൻ പോയില്ല കേട്ടോ. ചായ ഗ്രീൻ ഫുഡ് അല്ലല്ലോ. സോ അത് കഴിക്കാനൊന്നും പോയില്ല. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ റൂമിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ബിങ്കോ കഴിക്കുവാണ്. ഇതൊക്കെ എപ്പോഴും തിന്നണ ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഹെൽത്തി ഫുഡിൽ ഉൾപ്പെട്ടതല്ല. ഞാൻ ഇന്നത്തെ ചലഞ്ച് ആയതുകൊണ്ട് കഴിക്കുന്നതാണ്. ഞാൻ കുറേ ആയിട്ടോ ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ട്. സോ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കരുതും. അതുപോലെ വല്ലപ്പോഴും ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് കഴിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുടിക്കാനായിട്ട് എടുത്തേക്കുന്നത് 7up ആണ്. 7upൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങിയിരുന്നു. ഇതുപോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സും നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല കേട്ടോ. സോ അത് മാക്സിമം ഒഴിവാക്കുക. ഇപ്പം ഞാൻ തുറക്കുന്നത് പയ്യെ പേടിച്ചല്ലേ, വേറൊന്നുമല്ല. എൻ്റെ റൂംമേറ്റ്സ് 2 പേരും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് 2 പേരും കിടക്കുവാണ്. അപ്പം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. സോ അതാണ് ഞാൻ അത്ര പയ്യെ തുറന്നത്. ഫസ്റ്റ് നമ്മൾ കുടിക്കുമ്പോഴേ തണുപ്പും ആ ഗ്യാസും ഒക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്രഷൻ ഇടുന്നത്. അത് ഞാൻ മുഴുവൻ കുടിച്ചൊന്നുമില്ല കേട്ടോ. ബാക്കി പിന്നെ ഇവിടെ റൂമിൽ വെച്ചു. ഇതുപോലെ എന്തെങ്കിലും ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇതുപോലത്തെ ചലഞ്ചുകളൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെക്കൊണ്ട് ഹോസ്റ്റലിൽ വെച്ച് പറ്റുന്നതാണ്, ഞാൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. അപ്പോൾ എന്താണല്ലോ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. രാത്രി ആയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പോയിട്ട് പച്ച കളറുള്ള ചിക്കൻ കഴിക്കാൻ പോയി. മലായി ചിക്കൻ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത്ര പച്ചയല്ലായിരുന്നു കേട്ടോ. പിന്നെ അവർ കുറേ മല്ലിയിലയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിരുന്നു. പിന്നെ ഞാനൊരു റൊട്ടി വാങ്ങിയിട്ട് അതിൽ പുതിന ചട്നിയാണ് തേച്ച് കൊടുത്തേക്കുന്നത്. ബാക്കി ഉണ്ടായിരുന്ന ഫുഡ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ കുറച്ചുകൂടി ഗ്രീൻ കളർ ആയിക്കോട്ടെ എന്ന് എന്നിട്ട് ഞാനൊരു ഗ്രീൻ സലാഡ് ഓർഡർ ചെയ്തു. എനിക്ക് കിട്ടിയത് കണ്ടുകഴിഞ്ഞിട്ട് എനിക്ക് തന്നെ വിഷമായി പോയി. 60 രൂപ കൊടുത്ത് ഓർഡർ ചെയ്ത സാധനമാണ്. ഗ്രീൻ സലാഡ് എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുയിസ് അതിൽ ഗ്രീൻ കളർ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുക്കുംബർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുക്കുംബർ മാത്രം കഴിച്ചു. എന്താണേലും ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പം നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട്, നൈറ്റിലെ ഫുഡ് ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ കഴിച്ചു. 7 മണി 7 ആയപ്പോൾ കഴിച്ചു. സോ രാത്രി ആയതുകൊണ്ട് എനിക്ക് വിശക്കുന്നു. അപ്പോൾ നൈറ്റ് എനിക്ക് പഴം കിട്ടിയായിരുന്നു. അപ്പോൾ റോബസ്റ്റ പഴം കഴിക്കാവേ. ഞാൻ രാവിലെ ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഇരുന്ന് വെച്ചത്. പക്ഷേ ഇന്നലെ മൊത്തം അന്വേഷിച്ചിട്ട് നമുക്ക് പഴം കിട്ടിയില്ല. അപ്പോൾ ഒന്നാമത് നല്ല ചൂടും കൂടി ആയതുകൊണ്ട് റോബസ്റ്റ പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ പഴം കൂടി തിന്നിട്ട് എൻ്റെ 24 hours ഗ്രീൻ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സക്സസ് ആയെന്ന് തോന്നുന്നു. കാരണം ഹോസ്റ്റൽ ലൈഫിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടാനായിട്ടും. കുറേയൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചിലൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതലും. പക്ഷേ ഇത് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. സോ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും. എനിക്ക് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നതിലൊരു 95% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ വാല്യബിൾ സജഷൻസ് ഞാൻ സ്വീകരിക്കുന്നതാണ്. ഈ പഴം കൂടി തിന്ന് തീർന്നിട്ട് ഇന്നത്തെ എൻ്റെ ചലഞ്ച് അവസാനിപ്പിക്കുവാണ്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.